ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വലിയ നല്ലൊരു സക്സസ്ഫുൾ ഷോ നമുക്ക് തന്നതിന് ടീച്ചേഴ്സിനും പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും കൺഗ്രാറ്റുലേഷൻസ്. എന്നെ സംബന്ധിച്ച് മിത്രയുടെ രണ്ടാമത്തെ സ്കൂളാണിത്. പ്രീ കെ ജിയിൽ തന്നെ രണ്ടാമത്തെ സ്കൂളാണ്. സോ എനിക്ക് പറയാനുള്ളത് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തിട്ടാണ് മിത്ര ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. യൂഷ്വലി അവള് സ്റ്റേജ് പ്രോഗ്രാമിന് പോയാൽ സ്റ്റക്കായി നിൽക്കും. തേർഡ് സ്റ്റേജ് പ്രോഗ്രാമാണ് ഇത്. അവള് ഇന്നാണ് ആദ്യമായി സ്റ്റേജ് ഫിയർ ഇല്ലാതെ സൂപ്പർ പെർഫോമൻസ്. സോ ആ ക്രെഡിറ്റ് മുഴുവൻ ഗോസ് ടു ദ ടീച്ചേഴ്സ്. വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാത്ത തരത്തിലാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ. പലരും എന്നോട് പേഴ്സണലി പറഞ്ഞതാണ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ റിലീജിയൻ, എല്ലാ റിലീജിയൻ ആർ ഈക്വൽ ആൻഡ് സെക്യുലർ. എന്റെ മോളും അങ്ങനെ തന്നെ വളരണമെന്നാണ്. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് സ്കൂൾ. എനിക്ക് യാതൊരുവിധ അങ്ങനത്തെ ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഓരോ ഇൻഡിവിജ്വൽ കുട്ടികളെ വളരെ പേഴ്സണൽ അറ്റൻഷനോടുകൂടിയാണ്. ഐ ഓൾവേസ് റെക്കമെൻഡ്. എന്റെ ഫ്രണ്ട്സും കലീഗ്സിനും ഞാൻ പറയുന്നുണ്ട്, നല്ല സ്കൂളാണ്, യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ പേഴ്സണലി വളരെ താങ്ക്ഫുൾ ടു ദ ടീം, ദ മാനേജ്മെന്റ്. താങ്ക് യു. എന്റെ പേര് നാസില. ഞാൻ റിസ്വാന്റെ ഉമ്മയാണ്. UKG പഠിക്കുകയാണ്. ഞാൻ പറയാൻ വരുന്നത്, ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആവും, അതുകൊണ്ട് ഞാൻ മാക്സിമം വരാതിരിക്കുമായിരുന്നു. പിന്നെ എന്നെ പിടിച്ചു വിട്ടതാണ് കേട്ടോ. എന്റെ മോന് സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു. 4 years ആയപ്പോഴാണ് ഇവിടെ അൽഫജർ എന്റെ മദറിലോ DDRCയിൽ വന്നതാ. അപ്പോൾ ഈ നമ്പർ കണ്ടിട്ട് നോട്ട് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, രഹനാംസിനെ വിളിച്ചു. പിറ്റേ ദിവസം വന്ന് ഇവിടെയൊക്കെ കണ്ടു. അപ്പോഴേക്കും കൊറോണ ആയപ്പോഴേക്കും അന്ന് മോന് 4 year ആണ്. അപ്പോൾ കൊറോണ ആയപ്പോഴേക്കും ഫുൾ ഓൺലൈൻ ക്ലാസ് ആണ്. എൻ്റെ മോന് ഒറ്റ ക്ലാസ് ഇരിക്കില്ല, അവന്റെ ചെയർ മാത്രം അവിടെ ഉണ്ടാവും, ആളുണ്ടാവില്ല. പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴേക്കും ആൾക്ക് ഒന്നും എഴുതാൻ അറിയില്ല. 1 എഴുതും, 2 എഴുതാൻ പറ്റില്ല, A എഴുതും, B എഴുതാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ രഹന മിസ്സിനെ വിളിച്ചപ്പോൾ മാം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നു. കുറച്ച് ദിവസം കൊണ്ടുവന്നിട്ട് എല്ലാം എഴുതിപ്പിച്ചു. പക്ഷെ ഇപ്പം പിന്നെ LKG കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോന് C ഗ്രേഡാണ്. അപ്പം മിസ് പറഞ്ഞു ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, കാരണം ആള് ഒട്ടും അറിയില്ല. അപ്പം പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോൻ്റെ കാര്യത്തിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും അത് റിപ്പീറ്റ് ചെയ്യാന്നുള്ള പ്രോസസ്സ്. കാരണം ഇപ്പോൾ എൻ്റെ മൂത്ത മോള് 7th സ്റ്റാൻഡേർഡിലും ബ്രദറിനോട് കുട്ടി 6th സ്റ്റാൻഡേർഡിലുമാണ്. ഈ 2 മക്കളെക്കാട്ടിലും ഏറ്റവും നന്നായിട്ട് എല്ലാ ആൽഫബറ്റ്സും ഇംഗ്ലീഷ്, മലയാളം, അറബിക്, ഹിന്ദി എല്ലാം എൻ്റെ മോൻ വൃത്തിയായിട്ട് എഴുതും. പിന്നെ ഇന്നലെയൊക്കെ നോക്കുമ്പോൾ സെന്റൻസ് ആള് വായിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് കണ്ണ് നിറയാറുണ്ട്. എൻ്റെ മോൻ്റെ ഇമ്പ്രൂവ്മെന്റിൽ ചിലപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1% ആയിരിക്കും, ബാക്കി 99% ടീച്ചേഴ്സിൻ്റെ തന്നെയാണ്. ഞാനിനി ഏത് പാരന്റ് എന്നോട് ചോദിച്ചാലും ഞാൻ ഷുവറായിട്ടും അൽഫജർ റെക്കമെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 4th സ്റ്റാൻഡേർഡ് വരെയെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഫീസ് ആണെങ്കിലും ഞാനിവിടെ വിടുമായിരുന്നു. താങ്ക് യു സോ മച്ച്. CKGയിലാണ് എൻ്റെ മോള് പഠിക്കുന്നത്. കെസിയ അനീഷ് എന്നാണ് മോളുടെ പേര്. ഞാൻ ഈ നവംബർ മാസത്തിലാണ് വന്ന് പ്രീ KGയിൽ അഡ്മിഷൻ എടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ടീച്ചേഴ്സിനോടാണ് താങ്ക്സ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാക്കി കൊടുത്തതിലും ഇത്രയും പ്രോഗ്രാംസിൽ മോളെ ഇൻക്ലൂഡ് ചെയ്തതിലും ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ടീച്ചേഴ്സ് ആൻഡ് ദി സ്കൂൾ. പിന്നെ ഞാൻ മോളുടെ കേസിൽ കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു വെച്ചാൽ മോൾ ആദ്യം മിങ്കിൾ ചെയ്യില്ലായിരുന്നു. ആദ്യം പോയ പ്രീ സ്കൂളിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ഞാൻ രഹന മാമിനോട് ചോദിച്ചു, മോള് മിങ്കിളിങ് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാം, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം മാം എനിക്ക് തന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോർത്ത് ഒട്ടും പേടിക്കണ്ട. കാരണം ഞാൻ ഇവിടെ ചേർത്തപ്പോൾ തന്നെ LKGയും UKGയും വേണമെന്നപ്പം ഇവിടെ ഒരു പാരന്റ് പറഞ്ഞ പോലെ ഞാനും അങ്ങനെ റിലീജിയനൊന്നും നോക്കിയിരുന്നില്ല. എല്ലാം ഏതായാലും എനിക്കും ഈക്വൽ ആയിട്ട് തന്നെ പോകണം എന്നുള്ള ഒരിത് ഫസ്റ്റ് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ സ്കൂളും ടീച്ചേഴ്സിനെയും ആ ഒരിതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 3 വർഷം ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിച്ച് വന്നു. അപ്പം മാം പറഞ്ഞു അതൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്തോളാം. ഇന്ന് മോള് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം താങ്ക് യു ഓൾ ടീച്ചേഴ്സ്, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞങ്ങൾ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് പ്രീ KGയിൽ അവസാനമായിട്ടാണ് ഇവിടെ വന്ന് പെട്ടത്. അപ്പോൾ കാരണം നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും കൊച്ചിനെ ചേർക്കേണ്ട സമയത്ത് സ്കൂളിന്റെ പേര് ഓർമ്മയിൽ വന്നിരുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂളിന്റെ പേര് കണ്ട് 2016 സമയത്ത് കണ്ട് പരിചയം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഓർമ്മയിൽ വന്നില്ല. അവസാനം എത്തിയിട്ടെങ്കിലും ഒരിക്കലും ഒരു
വളരെ നല്ലൊരു ഓപ്ഷനും വളരെ ചോയ്സ് ആയിട്ടാണ് എനിക്ക് പിന്നീട് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ രഹന മിസ് ഇതുപോലെ പാരന്റ്സിലേക്ക് പറഞ്ഞിരുന്നു, കൊച്ചുങ്ങൾക്കെല്ലാം അസുഖങ്ങളും എല്ലാം ആയത് കാരണം വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് വളരെ ചെറിയ രീതിക്ക് ഒരു പരിപാടിയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്രാവശ്യം ശരിക്കും അവരുടെ എഫേർട്ടിന്റെ റിസൾട്ട് വളരെ നന്നായിട്ട് കാണാൻ പറ്റി. വളരെ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. പിന്നെ കൊച്ചിന്റെ കാര്യം പറയുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ മുന്നത്തെ പാരന്റ് പറഞ്ഞ പോലെ ഇവിടെ ചേരുന്ന സമയത്ത് ആൾക്ക് മിങ്കിളാവാത്തതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് എല്ലാം കഴിഞ്ഞു. അതിനെല്ലാം ക്രെഡിറ്റ് ടീച്ചേഴ്സിന് തന്നെയാണ്. താങ്ക് യു. ഞാൻ 3 years തൊട്ട് ജോ പ്രീ കെ ജി തൊട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഈ ടെസ്റ്റ് മണി സെക്കൻഡ് ടൈമാണ് പറയുന്നത്. മദേഴ്സ് ഡേക്ക് എല്ലാം പേരൻസ് ഇത് കേട്ട് കാണും. ഐ ആം സോ ഹാപ്പി ദാറ്റ് ജോ ഈ സ്കൂളിൽ വന്നത്. ആദ്യം വന്നപ്പോൾ ഷി വാസ് വെരി ഷൈ ആൻഡ് ഷി വാസ് വെരി നെർവസ്. ബട്ട് ഐ വാസ് ലൈക്ക് എങ്ങനെയായിരിക്കും, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മുംബൈ, എൻ്റെ മലയാളം ഭയങ്കര വീക്കാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മാമിൻ്റെ കൂടെ പറഞ്ഞു, മാം മലയാളം ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പം ജോ ഇപ്പം എൻ്റെ കയ്യിട്ടും കൂടുതലായിട്ട് മലയാളം, അവളുടെ സ്പീക്കിംഗ്, everything is so confident that I am so happy that my husband and we took a decision ഇവിടെ വന്നത്. ഈ 3 years ജോ ഇവിടെ വന്നിട്ട് now she got an admission in Rogelistic School and I am so proud ki Jode base itra strong aitundu with every single thing. Now if she speaks English is so confident that I am like avlu Malayali ano if she is a foreign girl, because it is so her, the way she speaks, the way she behaves to everyone is like so wow. Pinne ma'am ide skit inde kurichu panna mobile inde kurichu veettile ഭയങ്കര restrictions ഉണ്ട്. അത് അപ്പോൾ നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം ഇങ്ങനെ ഞാൻ എന്തെങ്കിലും മാംക്ക് പറയും, മാം ജോയ് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ബിഹേവിയർ ചെയ്തായി. അപ്പോൾ റേന മിസ് എപ്പോഴും എനിക്കറിയില്ല ബിസി ആയാലും മാം എൻ്റെ ഫോൺ എടുക്കും. അത് കഴിഞ്ഞിട്ട് മാംക്ക് ഞാൻ തുറന്നു വരും, മാം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം മാം പറയും എനിക്ക് 2-3 days കൊടുക്കും, ഞാനൊന്ന് ഒബ്സർവ് ചെയ്യട്ടെ ജോ എങ്ങനെ. അപ്പം മാം എനിക്ക് ആ സൊല്യൂഷൻ പറയും. അപ്പം ഞാൻ ആ സെയിം തിങ് ജോക്ക് അത് ചെയ്യും, പറയെങ്കിൽ ജോ ഇങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ബാഡ് കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്താൽ അവളുടെ ഫേവറേറ്റ് തിങ്സ് ഒന്നും കൊടുക്കത്തില്ല. പിന്നെ വിതിൻ 2-3 days ഷീ ഈസ് ആസ് നോർമൽ ആസ് എ ഗുഡ് ഗേൾ. ഐ താങ്ക് ഓൾ ദ ടീച്ചേഴ്സ്. ഐ എം സോ ഗ്ലാഡ് ഈ 3 years ഷീ വാസ് സോ ഗുഡ് ആൻഡ് ഷീ വാസ് സോ നൈസ്. ടുഡേ വെൻ ഐ പെർഫോം, ലാസ്റ്റ് ഇയർ പേരൻസ് ഡേക്ക് പെർഫോം ചെയ്തപ്പം അത് നല്ലതായിട്ട് പോയി. ഈ തവണ പെർഫോം ചെയ്യുന്നപ്പോൾ ഗ്രോൺ അപ്പ് 6 years ഗേളെ കണ്ടപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് ഹൗ യു മോൾഡ് മൈ ഡോട്ടർ. ഇറ്റ്സ് സോ താങ്ക്ഫുൾ and for me also giving me so much tips as a mother also. And I always recommend each and everyone, if their kids are small, to come to Alfred, because this is a super duper base for all the kids. And I know that my kids' future will be awesome, because ellam behavior, everything, alku padippichu kodutittundu ee teachers. Okay, thank you so much, ma'am.